ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ, സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 4 ഞായറാഴ്ച. എല്ലാവരും ഹാപ്പി ആയിട്ടും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഹാപ്പിയാണ്, റിലാക്സ്ഡ് ആണ്. ഇന്നലെ ഒരു സിനിമയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന പടമാണ് കണ്ടത്. ഒരു ഓപ്പൺ മൈൻഡായിട്ട് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയത്. കാരണം പല നെഗറ്റീവ് റിവ്യൂ ഒക്കെ കേട്ടിട്ടും ആണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സർപ്രൈസിംഗ്ലി മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്ലോ മൂവിയാണ്, പക്ഷേ നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല ആക്ടിങ്, നല്ല മ്യൂസിക്. മൂവി ഫസ്റ്റ് ഹാഫിൽ സ്ലോ ആണ്, പക്ഷെ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി പിക്കപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്ഷമ വേണം. നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആയതുകൊണ്ട്, ക്ഷമയുള്ളത് കൊണ്ട് മൂവി ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ട്രേഡേഴ്സിന് ഇഷ്ടപ്പെടുമായിരിക്കില്ല. എനിവേ, ഓപ്പൺ മൈൻഡായിട്ട് ഈ മൂവി കാണാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്റെ അഭിപ്രായമാണ്, ജനറൽ വ്യൂ അല്ല. എനിവേ, മാർക്കറ്റ് പോസ്റ്റ് ബജറ്റ് റാലി തന്ന് വളരെ നല്ല രീതിയിലാണല്ലോ ഫ്രൈഡേ ക്ലോസ് ചെയ്തത്. അപ്പോൾ ബാങ്കിങ് സെക്ടറും PSU ബാങ്കിങ് സെക്ടറും PSU കമ്പനികളും നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ PSU കമ്പനീസിന്റെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ PSU കമ്പനീസൊക്കെ ഓൾറെഡി ഒരുപാട് മുകളിൽ പോയി. ആദ്യമായിട്ടാണ് കഴിഞ്ഞ വീക്കിൽ ഒരു PSU ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്, കഴിഞ്ഞ ഞായറാഴ്ച. അതിനു വേണ്ടിയിട്ടാണ് ഒരു PSU കമ്പനി ഞാൻ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ്. 207 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. പക്ഷേ ഫ്രൈഡേ അത് ക്ലോസ് ചെയ്ത് 242 എന്ന നിലയിലാണ്. അപ്പം ഞാൻ അത് സ്കിപ്പ് ചെയ്യണുണ്ടായത്. കാരണം വാങ്ങിച്ചതിന് ശേഷം കുറെ മുകളിൽ പോയി, ഇനി അതിന്റെ വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതി. ആ സ്റ്റോക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ ഞാൻ വാങ്ങിച്ച വിലയും. അതിനുശേഷം 200 ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 100 ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 252 ബാക്കി ഹോൾഡ് ചെയ്യുന്നു. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ PSU കമ്പനീസ് ഒക്കെ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നല്ല ഹെവി കറക്ഷനും വരാം. കറക്ഷൻ വന്നതിന് ശേഷം അത് പിന്നീട് മുകളിൽ പോകാം. പക്ഷെ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ മറ്റ് സ്റ്റോക്കിനെ അപേക്ഷിച്ച് PSU സ്റ്റോക്കുകളിൽ ചിലപ്പോൾ കറക്ഷൻ കൂടുതൽ ഉണ്ടായേക്കാം. ആ കാരണത്താലാണ് ഞാനിതൊരു വീഡിയോ ചെയ്ത് പബ്ലിക്കിന് അത് ആ സ്റ്റോക്കുകളെ കുറിച്ച് പറയാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ PSU കമ്പനീസിലൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നിനും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് ബ്രോക്കറേജ് സ്റ്റോക്കിനെ കുറിച്ചാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം. കാരണം നമ്മൾ ഞാൻ ഇതുവരെ 16 സ്റ്റോക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിന്റെ വീഡിയോ ആണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. 16 സ്റ്റോക്കിന്റെ വീഡിയോ ചെയ്തു കഴിഞ്ഞു. ഇത് 17ാമത്തെ സ്റ്റോക്കാണ്. അപ്പൊ ആ 16 സ്റ്റോക്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകളുടെയും ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകളുടെയും കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഏതൊക്കെയാണ് 16 സ്റ്റോക്ക് എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ 16 സ്റ്റോക്കുകൾ ഏതാണ് അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലിങ്കിൽ അതിൽ കാണാം. ആ പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. കാണാത്തവരാണെങ്കിൽ പോയി കാണുക. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് വേണ്ടി പറയുന്ന എന്റെ ഉദ്ദേശം എന്താണ്, ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഇവിടെ പറയാം. ആദ്യം ഒന്ന്, ഞാൻ എന്റേതായിട്ട് അനലൈസ് ചെയ്ത സ്റ്റോക്കുകൾ വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നു. എന്റെ ഉദ്ദേശം എന്ത് കഴിഞ്ഞാൽ ഒരു 20 സ്റ്റോക്കിന്റെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനാണ് ഉദ്ദേശം. ലോങ് ടേം പോർട്ട്ഫോളിയോ. അത് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി 17 സ്റ്റോക്കായി ഇന്നത്തോട് കൂടിയിട്ട് ഒരു 3 സ്റ്റോക്കും കൂടി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 20 സ്റ്റോക്കിന്റെ പോർട്ട്ഫോളിയോ ആയി. ഈ 20 സ്റ്റോക്കിന്റെ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം അടുത്ത മാർച്ച് 2025 നമ്മൾ ഈ പെർഫോമൻസ് അനലൈസ് ചെയ്യും. ഈ 20 സ്റ്റോക്കിന്റെയും പെർഫോമൻസ് അനലൈസ് ചെയ്യും. അതിനിടയ്ക്ക് ഏതെങ്കിലും സ്റ്റോക്കിന്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് വിറ്റിട്ട് വേറെ സ്റ്റോക്ക് 20 സ്റ്റോക്കിൽ ആഡ് ചെയ്യും. അപ്പൊ വിൽക്കുകയാണെങ്കിൽ എന്റെ വീഡിയോയിൽ വിറ്റതിന് ശേഷമുള്ള അടുത്ത വീഡിയോയിൽ ഏത് സ്റ്റോക്കാണ് ഞാൻ പോർട്ട്ഫോളിയോയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിരിക്കുന്നത്, ഏതാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ്. അത് കാരണം എന്റെ എല്ലാ വീഡിയോയും കാണാൻ നിങ്ങൾ മറക്കരുത്. ചിലപ്പോൾ വീഡിയോയുടെ ഇടയിലായിരിക്കും പറയുന്നത് ഏത് സ്റ്റോക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഏത് സ്റ്റോക്കാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഒക്കെ പറയും. അപ്പൊ എല്ലാ സ്റ്റോക്കുകളും ശരിയായി പോയിക്കൊള്ളുന്നില്ല. അപ്പൊ ചില സ്റ്റോക്കുകളൊക്കെ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇത് എന്റെ അനാലിസിസ്, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന
ഒരു കാര്യം മാത്രമാണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റുമല്ല. അപ്പം നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് എന്താ പഠിക്കാൻ പറ്റുക, എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങാം, ഏതൊക്കെ ലെവലിൽ വാങ്ങാം, എങ്ങനെ നമുക്കത് ഹോൾഡ് ചെയ്യാം, എത്ര കാലം ഹോൾഡ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുകൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ പിന്നീട് നിങ്ങൾ സ്വയമായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതുവരെ ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഇതുവരെ നമ്മൾ വാങ്ങിച്ചത് ഏറ്റവും നന്നായി പെർഫോം ചെയ്ത 5 സ്റ്റോക്കുകളെ കുറിച്ച് പറയാം. ഒന്നാണ് ഇൻഡോ ബോറാക്സ് കെമിക്കൽസ്. ഇൻഡോ ബോറാക്സ് കെമിക്കൽസ് വാങ്ങിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 150ന്റെ ലെവലിലാണ്. അത് ഇന്ന് കോട്ട് ചെയ്തിരിക്കുന്നത് 198 രൂപ 50 പൈസയാണ്. അത് തന്നിരിക്കുന്ന പെർസെന്റേജ് ഗെയിൻ 32%. രണ്ടാമത്തെ സ്റ്റോക്കാണ് ലെമൺ ട്രീ ഹോട്ടൽ. അത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 113 രൂപയിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 142 അതിന് തന്നിരിക്കുന്ന റിട്ടേൺ 26%. മൂന്നാമത്തെ സ്റ്റോക്കാണ് അലുവാലിയ കോൺട്രാക്ട്സ്. അത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന 699 രൂപയ്ക്കാണ്. ഇന്നത്തെ വില 865 രൂപയാണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പെർസെന്റേജ് ഗെയിൻ 23%. നാലാമത്തെ സ്റ്റോക്കാണ് വാസ്കോൺ എഞ്ചിനീയേഴ്സ്. അത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 70 രൂപയ്ക്കാണ്. ഇന്നത്തെ വിലയാണ് 84 രൂപ 60 പൈസ. അതിൽ നമ്മുടെ പെർസെന്റേജ് ഗെയിൻ ആണ് 21%. അഞ്ചാമത്തെ സ്റ്റോക്കാണ് വെൽസ്പൺ ലിവിംഗ്. അത് വാങ്ങിച്ചിരിക്കുന്നത് 138 രൂപയ്ക്കാണ്. അത് ഇന്ന് ഇവിടെ ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 156.25. അതിൽ നമുക്ക് കിട്ടിയ പെർസെന്റേജ് ആണ് 13%. ഈ 5 സ്റ്റോക്കുകളാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന 5 സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകൾ ഇതിനേക്കാൾ കുറെ മുന്നേ മുകളിൽ പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻഡോ ബൊറാക്സ് 238 വരെ പോയിട്ടുണ്ട്. വെൽസ്പൺ ലിവിംഗ് 170. അതൊന്നും നമ്മൾ കണക്കാക്കണ്ട. ഇപ്പൊ ക്ലോസ് ചെയ്ത വിലയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഗെയിൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഏറ്റവും മോശം പെർഫോം ചെയ്തിരിക്കുന്നത് ഗ്രാവിറ്റ ഇന്ത്യ ആണ്. അപ്പോൾ ഗ്രാവിറ്റ ഇന്ത്യ നമ്മൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1100-ന് 20%, 1000-ന് 30%, 900-ന് 25%, 800-ന് 25%. അപ്പൊ അതിന്റെ ബൈങ് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് 1000-ന് വാങ്ങിച്ചു, 1100-ന് വാങ്ങിച്ചു, 900-ന് വാങ്ങിച്ചു. അപ്പൊ നമ്മൾ ആവറേജ് ബൈങ് പ്രൈസ് എത്രയായി? 1000 രൂപ. അത് 800 രൂപ വരെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വാങ്ങിക്കും. അപ്പൊ നമ്മുടെ ആവറേജ് ബൈങ് പ്രൈസ് 950 ആവും. ഇപ്പൊ നമ്മുടെ ആവറേജ് ബൈങ് പ്രൈസ് ആണ് 1000 രൂപ. അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 889 രൂപയാണ്. അപ്പോൾ നമ്മുടെ അതിന്റെ നെഗറ്റീവ് റിട്ടേൺ 11%. അപ്പൊ അത് വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ലോങ് ടേമിന് വേണ്ടിയാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വാങ്ങിക്കണം, അക്യുമുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ബൈങ് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. 800-ന് കിട്ടിക്കഴിഞ്ഞാൽ 800-ന് വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നു 770-ന് സപ്പോർട്ട് എടുത്ത് പിന്നെ അതിന് താഴെ പോകാൻ സാധ്യത എനിക്ക് കാണുന്നില്ല. ലെറ്റ്സ് സീ. അപ്പോൾ അതാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം. പക്ഷെ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല, പർച്ചേസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് ഒരു കൺസേൺ ഒട്ടും തന്നെ ഇല്ല. പിന്നെ രണ്ടാമത്തെ സ്റ്റോക്കാണ് ഏറ്റവും മോശമായി പെർഫോം ചെയ്തിരിക്കുന്നത് ലൂമാക്സ് ഇൻഡസ്ട്രീസ്. ലൂമാക്സ് ഇൻഡസ്ട്രീസ് ആവറേജ് ബൈങ് പ്രൈസ് ആണ് 2565. 2650-നും വാങ്ങിച്ചു, 2500-നും വാങ്ങിച്ചു. 2565-ന്റെ ഏകദേശം ആവറേജ് ബൈങ് പ്രൈസ് ആണ്. അതിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2395 രൂപയിലാണ്. അതിൽ കിട്ടി നെഗറ്റീവ് റിട്ടേൺ എത്രയാ? 6%. അപ്പൊ ഈ 6%-ഉം 11%-ആണ് ഏറ്റവും മോശമായിട്ടുള്ള പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്നത്. ബാക്കി 5 സ്റ്റോക്ക് വളരെ നല്ല റിട്ടേൺ തന്നു. ബാക്കി സ്റ്റോക്കുകളൊക്കെ ചെറിയ റിട്ടേൺ, മുകളിലും ചെറിയ കുറച്ച് താഴേക്കാണ് കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്റ്റോക്കിന്റെ പേര് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലേ? കഴിഞ്ഞ വീഡിയോയ്ക്ക് വളരെ കുറച്ച് കമന്റുകൾ ഉണ്ടായിരുന്നല്ലോ, വളരെ കുറച്ച് ലൈക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളൂ. കമന്റ് എന്തെങ്കിലും എഴുതി വിടാൻ മറക്കണ്ട. കാരണം എന്താ അറിയുക, എന്തെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ യൂട്യൂബ് അൽഗോരിതം അത് പിടിച്ച് കൂടുതൽ ഇംപ്രഷൻസിന് പോയി കൂടുതൽ ആൾക്കാരുടെ അത് എത്തുള്ളൂ. അങ്ങനെ എത്തിയാലാണ് നമുക്ക് നമ്മുടെ ചാനൽ കുറച്ചും കൂടി എന്താ പറയുക, മറ്റുള്ള വ്യക്തികൾക്ക്, ജനങ്ങൾക്കിടയിൽ എത്തിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ വേണം. ഷെയർ, ലൈക്ക്, കമന്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് കൂടാതെ ഇന്നത്തെ സ്റ്റോക്കിന്റെ പേരാണ് ആദിത്യ ബിർള മണി ലിമിറ്റഡ്. ഈ സ്റ്റോക്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദിത്യ ബിർള മണി ലിമിറ്റഡ് എന്ന കമ്പനി ഒരു സ്റ്റോക്ക് ബ്രോക്കറേജ് ആൻഡ് PMS കമ്പനിയാണ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ആൻഡ് സ്റ്റോക്ക് ബ്രോക്കറേജ് കമ്പനിയാണ്. ഇത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ കമ്പനിയാണ്. ആദിത്യ ബിർള ക്യാപിറ്റലാണ് ഈ കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡർ. 73.7% ഷെയർ ഹോൾഡിംഗ് ഈ കമ്പനിയിലുള്ളത് ആദിത്യ ബിർള ക്യാപിറ്റലാണ്.
അതുകൂടാതെ ഏകദേശം 23.5% പബ്ലിക്കിന്റെ കയ്യിലാണ്. ഇതിൽ FIA DAs ഹോൾഡിംഗ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇതാണ് കമ്പനിയുടെ പേര്. അപ്പൊ ഈ കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് 682 കോടി രൂപ. ഫേസ് വാല്യൂ 1 രൂപയുടെ ഫേസ് വാല്യൂ ആണ്. PE റേഷ്യോ 15.5 ആണ്. സെക്ടർ PE 31 ആണ്. ബുക്ക് വാല്യൂ 23.2, ROCE 10.7, ROE 37. EPS ലാസ്റ്റ് ഇയർ EPS ആയിരുന്നു 6.01. TTM EPS ആണ് 7.76. അപ്പോൾ ഇതൊക്കെയാണ് കമ്പനിയുടെ ഒരു മേജർ ആയിട്ടുള്ള ഫിഗേഴ്സ്. അപ്പോൾ സെയിൽസ് ഗ്രോത്ത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി ലാസ്റ്റ് 5 വർഷത്തിലായിട്ട് സ്റ്റഡി ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ 168 കോടിയിൽ നിന്ന് 2019 168 കോടിയായിരുന്നു. അതിൽ നിന്ന് 262 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് 2023. നെറ്റ് പ്രോഫിറ്റ് 9 കോടിയിൽ നിന്ന് 33 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 19.43 നിന്ന് 8.02 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെപ്റ്റ് ടു ഇക്വിറ്റി നിങ്ങൾക്ക് അറിയാം, ഇതൊരു ഹൈ റേഷ്യോ ആണ്. പക്ഷെ ഇതൊരു സ്റ്റോക്ക് ബ്രോക്കറേജ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവര് മാർജിൻ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കുറെയൊക്കെ ഡെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു സ്റ്റോക്ക് ബ്രോക്കറേജ് കമ്പനിയെ സംബന്ധിച്ച് അപ്പൊ ഇതൊരു വലിയൊരു ഹ്യൂജ് ഡെപ്റ്റായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറയാം. എന്തൊക്കെയാണ് സ്റ്റോക്കിന്റെ സ്ട്രെങ്ത്തും ഈ കാരണങ്ങളും. ആദ്യത്തെ കാരണമാണ് ഇപ്പൊ നമ്മളൊരു നല്ലൊരു ബുൾ മാർക്കറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമും PMS ഫേമും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ ഈ കമ്പനിയുടെ മാനേജ്മെന്റ് ഒരു റെപ്യൂട്ടഡ് ഗ്രൂപ്പിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആദിത്യ ബിർള ഒരു നല്ലൊരു ഗ്രൂപ്പാണ്. അത് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ ഈ കമ്പനി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് തരുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആയാലും സെയിൽസിലായാലും EPSലായാലും നല്ല സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നത്തെ സ്ട്രെങ്ത് ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്, അതായത് ഡിസംബർ റിസൾട്ട് ഡിക്ലെയർ ചെയ്തു 2 ആഴ്ചയ്ക്ക് മുന്നേ. എക്സലന്റ് റിസൾട്ട് ആയിരുന്നു. അപ്പോൾ ഡിസംബർ റിസൾട്ട് വളരെ നല്ലതായിരുന്നു. അതുകൂടാതെ ഈ സ്റ്റോക്കിൽ ഓൾറെഡി ഒരു ബുൾ റൺ തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് ഓൾറെഡി 148 വരെ പോയിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് 120 രൂപയ്ക്ക് 120 രൂപ 70 പൈസക്ക് ഇപ്പൊ ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു കറക്ഷൻ കഴിയാറായിരിക്കുന്നു. പോവുകയാണെങ്കിൽ കുറച്ചും കൂടിയും താഴെ പോകുന്നറിയില്ല. ചിലപ്പോൾ 112 വരെ പോയേക്കാം. പക്ഷെ 120 രൂപ നല്ലൊരു പ്രൈസാണ്, എൻട്രി ചെയ്യാൻ പറ്റിയ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിന്റെ ടെക്നിക്കലി ബുള്ളിഷ് ആണ്. ബുക്ക് വാല്യൂ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാർജിൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊവിഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ കമ്പനിയുടെ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് ഈ കമ്പനിയുടെ വീക്ക്നെസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്, അത് 8-ന് മീതെയാണ്. അതാണ് മേജർ ആയിട്ടുള്ള വീക്ക്നെസ് ഉള്ളത്. പക്ഷെ അത് വലിയ കൺസേൺ ആയിട്ട് കരുതേണ്ട കാര്യമില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റോക്ക് ഞാൻ ഈ അടുത്ത ദിവസം 120 രൂപ 50 പൈസ എന്ന നിലയിൽ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിക്കുകയുണ്ടായി. കുറച്ചും കൂടി ക്വാണ്ടിറ്റി ആഡ് ചെയ്യണമെന്നുണ്ട്. നോക്കിയിട്ട് അതും ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ സാധാരണ ചെയ്യാറെന്താ, പകുതി ക്വാണ്ടിറ്റി പൊസിഷണൽ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കും, പകുതി ക്വാണ്ടിറ്റി ലോങ് ടേമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സപ്പോസ് ഞാനൊരു 300 ഷെയറാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു 150 ഷെയറോ 200 ഷെയറോ പൊസിഷണൽ ട്രേഡിംഗ്, അതായത് 15-20% റിട്ടേൺ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് സെൽ ഓഫ് ചെയ്യും. ബാക്കി 150-100 ലോങ് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യും. അതാണ് സാധാരണ ചെയ്യാറുള്ള രീതി. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നത്. ഇതിലെ ടാർഗറ്റ് ഞാൻ ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല. നോക്കാം, നമുക്ക് എന്താണ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നോക്കാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തേക്ക് ഇത്ര മാത്രം. താങ്ക് യു സോ മച്ച്.